അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് കണ്ണൂരിലെ ബേരത്ത് ഒളിവ് ജീവിതം നയിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന തെളിവുകൾ. കഴിഞ്ഞ 2 വർഷമായി താമസിച്ചിരുന്ന വാടക വീട് ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകൾ നൽകിയാണ് കരാർ എഴുതിയത്. സവാദും ഭാര്യയും നാട്ടുകാർക്ക് പരമാവധി മുഖം നൽകാത്ത വിധമായിരുന്നു ജീവിതം. അറസ്റ്റിന് 2 നാൾ മുൻപ് അപരിചിതരായ 2 പേർ വീട്ടിൽ വന്നിരുന്നതായും അയൽവാസി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. എനിക്ക് മുന്നിൽ കാണുന്ന ഏതാണ്ട് ഇവിടെ നിന്നും 100 മീറ്റർ വരെ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് ഒടുവിൽ താമസിച്ച ഇടം. കഴിഞ്ഞ 2 വർഷത്തിനോടടുത്ത് സവാദ് ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നാട്ടുകാരുമായി കാര്യമായ ഒരു ബന്ധം സ്ഥാപിക്കാതെ, നാട്ടുകാർക്ക് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കണ്ണ് കൊടുക്കാതെയാണ് സവാദിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഈ യാത്രകൾ. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരും. കേവലം കുശല പ്രശ്നങ്ങൾ മാത്രമാണ് നാട്ടുകാരോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരം എന്നതിനപ്പുറം മറ്റൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ ആ കുടുംബത്തിന് അയൽവാസികളുമായില്ല. ഈ വീടിനോട് ഏറ്റവും ചേർന്നുള്ള ആ വീടാണ്. അവിടുത്തെ ആളുകളുണ്ട്, അവരോട് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം. ഒപ്പം ഈ വാടക ചീട്ടടക്കമുള്ള കാര്യങ്ങൾക്ക് സ്വന്തം പേര് കൊടുക്കാതെ ഭാര്യയുടെ പേരിലാണ് ഇത്തരം രേഖകൾ സമർപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗികമായ രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വന്നാൽ ശരിയായ പേര് പുറത്തേക്ക് പറയേണ്ടി വരും എന്നതൊക്കെയുള്ള സംശയം കൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്കൂട്ടൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ സവാദിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അയൽവാസിയായ ശ്രീധരൻ ചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാ തൊട്ടടുത്ത ആളെയാണ് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്? എങ്ങനെയായിരുന്നു സംഭവങ്ങൾ? കണ്ടിരുന്നോ? അതെ, കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്, വേറൊന്നും കണ്ടിട്ടില്ല. സംഭവം അറിയുന്നില്ല. ഇത് പൊളിച്ചൊക്കെ 6:15 ഇപ്പൊ 6:30 ആവില്ലോ ശരിക്ക് വെളിച്ചം വരായി. അതിൽ നമ്മൾ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ പോയി ചാനൽ വന്നതിന് ശേഷം നമ്മൾ അറിയുന്നല്ലോ ഇങ്ങനെ ഒരു നമ്മുടെ വീട്ടിന്റെ ഇടവലത്തൊരു പ്രതിയാന്ന് ജീവിച്ചതെന്ന്. ഇതിപ്പോ അടുത്ത് ചെന്നായിരുന്നു പോലീസ് വന്നപ്പോൾ നിങ്ങൾ അയൽക്കാരൊക്കെ പെട്ടെന്ന് അന്വേഷിക്കല്ലേ? ആളൊക്കെ വരുമ്പം എത്ര പോലീസ് ഉണ്ടായിരുന്നു? വലിയ ഒരു എങ്ങനെയായിരുന്നു അത്? പോലീസ് ഡ്രസ്സിൽ 4 ആളില്ലായിരുന്നു, ബാക്കി മൊത്തത്തിൽ 10-20 ആളുണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിന്റെ മുറ്റത്തോടെ പോയി. അപ്പോൾ അവിടെ തന്നോട് പറഞ്ഞ് നിങ്ങൾ വെക്കണ്ട, നിങ്ങൾ തായിക്ക് തന്നെ പോടുന്നു വന്നിട്ട് ഞാനപ്പോഴും കിരിയും പോകുന്നു. എന്താ കേസൊന്നും ചോദിച്ചില്ല? ഇല്ല, ഒന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞ് പിന്നെ ഇതിലേക്ക് ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവര് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കിരിയും പോകുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു പോലീസ് അല്ലേ? പോലീസ് 4 ആളേയുള്ളൂ ഡ്രസ്സിൽ, ബാക്കി എല്ലാവരും എന്റെ ആൾക്കാരായിരിക്കും. ആൾക്കാരാണോ? അങ്ങനെ ഞാൻ പിന്നെ അതിന് ശേഷമല്ലേ ഇത് റിപ്പോർട്ട് വരുന്നത്. പിന്നെ എത്ര ആളും വീട്ടിന്റെ അകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ നിങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു താമസം, ഇടപെടലുകളൊക്കെ? കക്ഷിയായിട്ടൊന്നുമില്ല, കണ്ടാ ഇങ്ങനെ കണ്ട പണിക്കൂല്ല അല്ലെങ്കിൽ പണിക്കുവന്നാന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പാട് പോയി പോകും. വേറെ കൂടുതൽ കഥകളൊന്നും ഈ 1-1.5 കൊല്ലത്തിലെടുക്ക് നമ്മളായിട്ട് ഒന്നുമില്ല, നിന്ന് വർത്താനുമില്ല. അതാണ് ഒരു മുഖാമുഖം ഒരു ചർച്ച ചെയ്യട്ടെ നോക്കൂ, ആ വിഷയത്തിനൊക്കെ ഇല്ല. ഒരിക്കലും കണ്ണു തരത്തില്ല. അത് കണ്ണു തരാണ്ട് പാടും, ചോദിച്ചതിന് സമാധാനം അപ്പാടൊക്കെ പോകും. ഇത്രയും അടുത്തായിട്ട് നമ്മളോട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ തന്നെ പാടില്ല. ഇത് കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം സഹകരിക്കും? ഈ ഭാര്യയൊക്കെ ഇല്ല, ഭാര്യ ആർക്ക് ശരിക്കും പറഞ്ഞാൽ അർജന്റും കൂടെ ഇപ്പൊ 2-3 ആളെ കൂട്ടത്തിൽ കൊണ്ടാച്ചാൽ നമ്മളെ ഇടവലത്ത് നിൽക്കുന്ന ഇവളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നുവെച്ചാൽ ശരിക്കും കണ്ടിട്ടില്ല. കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല? അല്ല, കുട്ടികൾ ഒന്ന് മദ്രസ പോകുന്നത് 9 മാസം പ്രായമായല്ലോ, ഒന്ന് 6 വയസ്സ് ഏകദേശമായിട്ടുണ്ടാവും. UKG ഏറ്റവും പഠിക്കുന്ന അസമുക്കിൽ മദ്രസന്റെ അവിടെ പോയി പഠിക്കുന്ന. സ്കൂളിലേക്ക് ജസ്റ്റ് ഇറങ്ങി വരും, തിരിച്ചു പോകും. അല്ല, അത് കുട്ടി അവരെ അവിടെ നോക്കും, കുട്ടി ഇരുന്ന് വണ്ടി വരുമല്ലോ കണ്ടിക്ക്, അതിൽ പോയി കയറും. കൊണ്ടാക്കാനൊന്നും അങ്ങനെ വരുത്തൊന്നുമില്ല. കുട്ടി തന്നെ പോയി വരുന്നത്? കുട്ടി ഒറ്റക്ക് പോകും, മിണ്ടാറേയില്ല. കുട്ടിയോട് അതപ്പോഴും ഒരു പാച്ചിലല്ലേ പോയതില്ലോ, അതുമായിട്ട് ബന്ധമില്ലല്ലോ. വണ്ടി അവിടെ വന്നിട്ട് അമ്മയെ പോവുകയും ചെയ്യും. സവാദിന്റെ പേര് നിങ്ങളോട് ഷാജഹാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ? എങ്ങനെയാണ് പെരുമാറ്റത്തിലൊന്നും വേറെ ഒന്നും പറയാനില്ല. അന്നേ നമ്മൾ അങ്ങനെ ബന്ധപ്പെട്ടില്ലോ, അതുകൊണ്ടാണ് പെരുമാറ്റത്തിൽ മാറ്റമില്ലാതെ. അധികം ആളുകൾ കയറി ഇല്ല, ഒന്നുമില്ല. ഇപ്പം 2 സപ്പറൊരു പിന്നെ 2 ആൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്നിന്. അത് അവര് ആടുന്ന ഒരു കൊടിയും വാങ്ങിയിട്ട് വന്ന് കൊടയുടെ വെച്ചിട്ട് പോയത്. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞ് ഓൻ്റെ അമ്മേൻ്റെ ഏടത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ ഏട്ടന്മാരാണെന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. അവർ ഈ ആ ബായ വെച്ച ആ സ്ഥലം എല്ലാം നോക്കിയിട്ടാണ് പോയിന്. അപ്പോൾ സ്ഥലം എടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവരൊരു സ്ഥലം എടുക്കാൻ വന്ന ആളെല്ലാം നേരെ നമുക്ക് തോന്നിന്. എന്നുവെച്ചാൽ അവർ കുറച്ചേരം മയ്യായതുകൊണ്ട് ഇവിടെ ഓട്ടോ തന്നെ ഇരുന്ന് ഞാൻ അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വന്ന്
കൊടിയും വാങ്ങിയിട്ട് കിഞ്ഞു പോകുമ്പോൾ ഒരാൾ കുട അവിടെ വെക്കുമ്പോൾ പറഞ്ഞാൽ അവർ വന്നെടുത്തോളൂ ഇത് ഇവിടെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. കുടയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് മഴയായിരുന്നു. ആ കുട ഇവിടെ വെച്ചിട്ട് അവർ കയറി പോയി. അവരപ്പോഴും ഓട്ടം തന്നെ അങ്ങ് പോയി. പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല. അല്ല, അത് ഈ കുട വെക്കാൻ വന്നയാൾ പറഞ്ഞാന്ന് അവൻ്റെ ഏട്ടൻ്റെ, അതായത് അമ്മേൻ്റെ ഏടത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഏടത്തിനത്തെ മക്കൾ ഏട്ടനായിട്ട് പറഞ്ഞു. അത് രണ്ടാളുണ്ടായിരുന്നു. രണ്ടുപേരും വന്നിട്ട് അവർ അതുപോലെ പോയി. അതേപോലെ പോയി. അവരാണ് ഇതിന്റെ ഇടയ്ക്ക് വന്നേക്കുന്ന ആളുകളല്ലേ? നമ്മളെ ശ്രദ്ധപ്പെട്ട് ഞാൻ വേറെ ആരും ഇങ്ങോട്ട് വരുന്നതും കണ്ടില്ല, പോകുന്നൊന്നും കാണില്ല. അത് എത്ര ദിവസം മുമ്പായിരുന്നു ഈ ആളുകൾ? ഈ തിങ്കളാഴ്ച, ഇന്ന് ബുധനല്ലേ, അത് തിങ്കളാഴ്ച. ഈ വാടക വീട് കിട്ടുക എങ്ങനെയാന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇത് ഖദീജയുടെ അല്ലേ? അതിലിപ്പോ രേഖകളൊക്കെ മാറ്റിയല്ലേ കൊടുത്തിരുന്നത്? ഈ ഭാര്യയുടെ അങ്ങനെയാന്ന് പറയുന്നിട്ട് ഇപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ ഈ കക്ഷിന്റെ ഫുൾ അഡ്രസ് സത്യമായ പേരോടി ഇല്ല, റെക്കോർഡില്ല. ഭാര്യയുടെ പേരാണ്. ഭാര്യന്റെ വീട്ടില്. അപ്പൊ ഇങ്ങനെ ഒരു ഒളിവ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അതെ, അത് കണക്കൂട്ടത് അങ്ങനെയായിരിക്കും. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി? കേരളത്തിൽ ഞെട്ടിച്ചൊരു കേസായിരുന്നു ഈ കൈവിട്ട് കേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രതി തൊട്ടടുത്ത് താമസിച്ചു. അത് അത്ഭുതമല്ലേ ഇത്. ഇവ വിളിച്ചു പറയപ്പല്ലേ നമ്മളറിയത്. ഞാൻ വിചാരിച്ചു ഈ സഞ്ചിയിലെല്ലാം കൊണ്ടുവന്നിട്ട് എന്തോ കഞ്ചാവോ പറ്റില്ലെന്നൊക്കെ. ഇപ്പൊ കൂടുതൽ അതല്ലേ പിടിക്കുന്നത്, അതിൽ പെട്ടിട്ടേക്കും. അതേ ഞാൻ മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ ഒരു കൊലക്കേസിലെ ഒരു പ്രതി അതിൽ ധാരണയില്ല. ഈ തൊട്ട് താഴത്തെ പോലീസുകാരി വരെ സംഘത്തിലുണ്ട്, പക്ഷെ അവരും അറിഞ്ഞില്ലായിരുന്നല്ലേ? വരുന്നറിയില്ല. എന്നുവെച്ചാൽ അവര് സ്റ്റേഷനിൽ ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഇത് ലോക്കലില് വിവരമില്ലല്ലോ. അതിപ്പോ പിന്നെ അവരാട് താമസമില്ല, ക്വാർട്ടേഴ്സിലാണ്. ഓക്ക് ജോലി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഭാര്യ ഭർത്താവിൽ ആടിയ. അപ്പോൾ ഓളെ ഭർത്താവിനെ ഞാൻ രാവിലെ വിളിച്ചു. ഓൻ പറഞ്ഞ് അതെയാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് വെച്ചു. പിന്നെ കുറെ കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, പിന്നെ നിങ്ങൾ വിളിക്കേണ്ടി എങ്ങനെ? ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല, അപ്പോഴൊക്കെ വിവരങ്ങൾ ഇങ്ങ് വന്നല്ലോ. പിന്നെ ഓനെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഇയാളെ അറിയാവുന്നതാണ്, പക്ഷെ ഈ സംഗതി അറിയില്ല, ആരും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്.